ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്നറിയോ? നമ്മൾ ഒരുപാട് ഓക്സിലറി വെച്ചിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഹാഡാണ്. എങ്ങനെയാണ് ഹാഡ് നമ്മൾ സെൻറ്റൻസിൽ ക്രിയേറ്റ് ചെയ്യാം? ഹാവും ഹാസും യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവും ഹാസും എന്ന് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഹാഡ് യൂസ് ചെയ്യുന്നത് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതായത് പാസ്റ്റിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് നമ്മുടെ വെർബ് വി3 ഫോമിലായിരിക്കണം. നമ്മൾ ഹാവിനും ഹാസിനും പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ സബ്ജക്റ്റ് ഒരു പ്രശ്നമല്ല. ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഡ് തന്നെയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനായിട്ട് അവിടെ ഹീ, ഷീ, ഇറ്റ്, ദേ, വി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണെങ്കിൽ നമുക്കവിടെ എന്ത് യൂസ് ചെയ്യാം? ഹാഡ് എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമ്മളിങ്ങനെ പറയാറില്ലേ, അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞു പോയ കാര്യമല്ലേ പറയുന്നത്. ഇവിടെ സബ്ജക്റ്റ് അവളാണല്ലേ, സബ്ജക്റ്റ് പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? ഷീ ഹാഡ് കം ഹിയർ. ഷീ ഹാഡ് കം ഹിയർ. ഇവിടെ കം എന്ന് പറയുന്നത് വി3 ആണ്. കമ്മിൻ്റെ വി3 കം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഷീ ഹാഡ് കം ഹിയർ, അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നോക്കൂ, എനിക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു എങ്ങനെ പറയും? ഐ ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ. ഐ ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ. എനിക്കിന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇനി നോക്കൂ, അവന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അവന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? ഹി ഹാഡ് എ ഗുഡ് എഡ്യൂക്കേഷൻ. ഹി ഹാഡ് എ ഗുഡ് എഡ്യൂക്കേഷൻ. അവന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അവർക്ക് 2 വീടുണ്ടായിരുന്നു. അവർക്ക് 2 വീടുണ്ടായിരുന്നു. ദേ ഹാഡ് 2 ഹൗസസ്. ദേ ഹാഡ് 2 ഹൗസസ്. അവർക്ക് 2 വീടുണ്ടായിരുന്നു. അതുപോലെ നോക്കൂ, ഞങ്ങൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയും? വി ഹാഡ് ബോട്ട് ഇറ്റ്. വി ഹാഡ് ബോട്ട് ഇറ്റ്. ഞങ്ങളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, അരുൺ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. അരുൺ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു നെയിം ആണല്ലേ, അപ്പോഴും നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഹാഡ് തന്നെയാണ്. അരുൺ ഹാഡ് ഗോൺ ടു ദുബായ്. അരുൺ ഹാഡ് ഗോൺ ടു ദുബായ്. അരുൺ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിനെ എങ്ങനെ നെഗറ്റീവിലോട്ട് ആക്കാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് ആക്കാം അല്ലേ? എങ്ങനെയാണ്? അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. സിമ്പിളാണല്ലോ. ഷീ ഹാഡ് നോട്ട് കം ഹിയർ. ഷീ ഹാഡ് നോട്ട് കം ഹിയർ. അതിനൊന്ന് ഷോർട്ടാക്കുമ്പം ഷീ ഹാഡിൻറ്റ് കം ഹിയർ. അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ നോക്കൂ, എനിക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല എങ്ങനെ പറയും? ഐ ഹാഡ് നോട്ട് ക്ലാസ് യെസ്റ്റർഡേ. ഐ ഹാഡ് നോട്ട് ക്ലാസ് യെസ്റ്റർഡേ. ഷോർട്ടാക്കുമ്പം ഐ ഹാഡിൻറ്റ് ക്ലാസ് യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അതുപോലെ നോക്കൂ, അവന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അവന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല എങ്ങനെ പറയും? ഹി ഹാഡിൻറ്റ് എ ഗുഡ് എഡ്യൂക്കേഷൻ. ഹി ഹാഡിൻറ്റ് എ ഗുഡ് എഡ്യൂക്കേഷൻ. അവന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഇനി അതുപോലെ തന്നെ ഞങ്ങൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല എങ്ങനെ പറയും? വി ഹാഡിൻറ്റ് ബോട്ട് ഇറ്റ്. വി ഹാഡിൻറ്റ് ബോട്ട് ഇറ്റ്. ഞങ്ങളത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ ഓക്സിലറി വേർബ്സിൻ്റെ കൂടെയും നമ്മൾ എന്ത് ചേർക്കുന്നു? നോട്ട് എന്ന് യൂസ് ചെയ്യുന്നു. ഇതിനെ ഷോർട്ടാക്കുമ്പം ഹാഡിൻ്റെ എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ വേർബ് യൂസ് ചെയ്യുന്നു. ഇനി നോക്കൂ, അരുൺ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നില്ല എങ്ങനെ പറയും? അരുൺ ഹാഡിൻറ്റ് ഗോൺ ടു ദുബായ്. അരുൺ ഹാഡിൻറ്റ് ഗോൺ ടു ദുബായ്. അരുൺ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ്, നമുക്കിതെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാമെന്ന് നോക്കാം. നമുക്കറിയാം, എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ ചോദിക്കാം, നിങ്ങൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നോ എങ്ങനെ ചോദിക്കും? ഇവിടെ ഞങ്ങൾ എന്നുള്ളത് നിങ്ങളാക്കി. അപ്പോൾ എങ്ങനെ പറയും? ഹാഡ് യു ബോട്ട് ഇറ്റ്. ഹാഡ് യു ബോട്ട് ഇറ്റ്. ഒന്നുമില്ല, നമ്മളെ ഓക്സിലറി ഫസ്റ്റ് കൊണ്ടുവരിക, ശേഷം നമ്മളെ സബ്ജക്റ്റിന് രണ്ടാമതായിട്ട് കൊണ്ടുവരിക. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ എല്ലാ വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം യു ഹാഡ് ബോട്ട് ഇറ്റ്. നിങ്ങൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ നോക്കൂ, അരുൺ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നോ?
അരുൺ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നോ? എങ്ങനെ ചോദിക്കും? ഹാഡ് അരുൺ ഗോൺ ടു ദുബായ്? ഹാഡ് അരുൺ ഗോൺ ടു ദുബായ്? അരുൺ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നോ? ഇനി നോക്കൂ, അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ എന്നെങ്ങനെ ചോദിക്കും? ഹാഡ് ഷീ കം ഹിയർ? ഹാഡ് ഷീ കം ഹിയർ? അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? നെക്സ്റ്റ് നോക്കൂ, അവർക്ക് 2 വീടുണ്ടായിരുന്നോ? അവർക്ക് 2 വീടുണ്ടായിരുന്നോ? നമ്മൾ ചോദിക്കാറില്ലേ, എങ്ങനെ ചോദിക്കും? ഹാഡ് ദേ 2 ഹൗസസ്? ഹാഡ് ദേ 2 ഹൗസസ്? അവർക്ക് 2 വീടുണ്ടായിരുന്നോ? ഇനി നമ്മൾ അതൊക്കെ നെഗറ്റീവിൽ എങ്ങനെ ചോദിക്കും? ഫോർ എക്സാമ്പിൾ, നിനക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? നിനക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ചോദിക്കാറില്ലേ, എങ്ങനെ ചോദിക്കും? ഇവിടെ നിനക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളതല്ലേ, അപ്പം ഹാഡ് നോട്ട് യു ക്ലാസ് യെസ്റ്റർഡേ? ഹാഡ് നോട്ട് എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഷോർട്ടാക്കുമ്പോൾ ഹാഡിൻ്റെ എന്ന് പറയാം. അപ്പോൾ ഹാഡിൻ്റെ യു ക്ലാസ് യെസ്റ്റർഡേ? നിനക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? നെക്സ്റ്റ് നോക്കൂ, അരുൺ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ? അരുൺ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ? എങ്ങനെ ചോദിക്കും? ഹാഡിൻ്റെ അരുൺ ഗോൺ ടു ദുബായ്? ഹാഡിൻ്റെ അരുൺ ഗോൺ ടു ദുബായ്? അരുൺ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ? ഇതുപോലെ നമുക്ക് എല്ലാ സെൻറ്റൻസുകളും ആക്കാട്ടോ. നെക്സ്റ്റ്, അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? എങ്ങനെ ചോദിക്കും? ഹാഡ് ഷീ കം ഹിയർ? ഹാഡ് ഷീ കം ഹിയർ? ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിതുപോലെ ബാക്കിയുള്ള സെൻറ്റൻസുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകളും അതുപോലെ തന്നെ ക്ലാസ്സുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, കമൻറ്റിൽ പിൻ ചെയ്തും വെക്കാം കേട്ടോ. അപ്പോൾ ശരി, താങ്ക്